തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയൻ യേശുവേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, തുടർന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഉന്നതങ്ങളിലേക്കും ഉയർച്ചയിലേക്കും നയിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വൻ കൃപകളെ നമുക്കായി നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രത്യേക സ്വഭാവങ്ങൾ തന്ന് നമ്മളെ അടിമപ്പെടുത്തുന്ന ചില ബന്ധന ശക്തികളുടെ സാന്നിധ്യത്തെയും സ്വാധീനത്തെയും കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ദൈവം നമ്മളെപ്പോഴും ഉയർച്ചയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നു. എന്നാൽ നന്മ ദൈവം നമുക്ക് ചെയ്തു തരുമ്പോൾ ആ നന്മ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഒരു തടസ്സ ശക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. അത് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 10 മുതൽ 17 വരെ വാക്യങ്ങളിൽ ഒരു പ്രതിപാദനം അതിനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ വചനപ്രഘോഷണ ശുശ്രൂഷ യേശു ക്രിസ്തു നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതാ ആ സിനഗോഗിൽ തടിച്ചുകൂടിയിരുന്ന ജനങ്ങളിൽ ഒരു സ്ത്രീ കുത്തി കൂനി കൂടിയിരുന്ന് ഉറങ്ങുകയാണ്. ആ സ്ത്രീ അവിടെ ഇരുന്ന് ഉറങ്ങണത് കണ്ടപ്പോൾ യേശു ക്രിസ്തു പ്രഘോഷണം നിർത്തി. യേശു ക്രിസ്തു ആ സ്ത്രീയെ സൂക്ഷിച്ച് നോക്കി. യേശു ക്രിസ്തു പറഞ്ഞു, സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ ഇവിടെ വരിക. ആ സ്ത്രീയെ സകല ജനത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ റാ പോലെയുള്ളൊരു സ്ത്രീ റാ പോലെ വന്ന് നിന്ന്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ആ സ്ത്രീയെ നോക്കി. യേശു ക്രിസ്തു ആ സ്ത്രീയെ നോക്കിയിട്ട് യേശു ക്രിസ്തു ആ സ്ത്രീയുടെ നേരെ കൈകൾ നീട്ടി ആ സ്ത്രീയെ സുഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് ഞാൻ നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു. ഉടനെ അവിടെ ഉണ്ടായിരുന്ന ചിലർ യേശു ക്രിസ്തുവിൻ്റെ നേരെ പിറുപിറുക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഈ സാപത്തിൽ ഇവൻ രോഗം സുഖപ്പെടുത്തിയത് ശരിയായില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു അവരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് യേശു ക്രിസ്തു അവരോട് ചോദിച്ച ചോദ്യമുണ്ട്. കഴിഞ്ഞ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെ ഈ മകളെ ഞാൻ അഴിച്ചു വിടേണ്ടതില്ലെന്നോ? എത്ര വർഷമായിട്ടാണ് സാത്താൻ അങ്ങനെ ആളുകളെ ബന്ധിക്കോ? യേശു ക്രിസ്തുവിനേക്കാൾ വലിയ ബുദ്ധിമാനക ഞാനില്ല. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 16-ാം വാക്യം, 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ ഞാൻ അഴിച്ചു വിടേണ്ടതില്ലെന്നോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, 18 വർഷമായി ഒരു ജീവിതത്തെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ സ്ത്രീ അറിഞ്ഞിരുന്നോ ഇത് സാത്താൻ എന്നെ ബന്ധിച്ചിട്ടിരിക്കുകയാണെന്ന് സ്ത്രീക്ക് അറിയാമായിരുന്നോ? ഇല്ലായിരുന്നു. സ്ത്രീക്ക് അറിയാമായിരുന്ന ഒരു പ്രശ്നമുണ്ട്, എനിക്ക് കൂന് പിടിച്ചിരിക്കുകയായിരുന്നു മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആദ്യ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. ലൂക്ക 13:11. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിക്കുന്ന എങ്ങനെയാണ്: ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരു സ്ത്രീ. ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് എന്താ പറയണത്? ആത്മാവ് ബാധിച്ച സ്ത്രീ എന്നാണോ പറയണത്? അല്ല. പിന്നെ എന്താ യേശു ക്രിസ്തു ഈ സ്ത്രീയെ കുറിച്ച് പറഞ്ഞത്? സാത്താൻ 18 വർഷമായി ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെ മകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ പറ്റാതെ ജീവിതം കുരുട് പിടിച്ച് പോകുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മ പീഡയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില ദുഷ്ടാത്മ പീഡകൾ നിമിത്തം ജീവിതത്തിൻ്റെ നന്മ അനുഭവിക്കാനോ ജീവിതത്തിൽ മനസ്സ് തുറന്ന് ഒന്ന് സന്തോഷിക്കാനോ കഴിയാത്ത വിധം ഹതഭാഗ്യന്മാരായ ആളുകളായിപ്പോയി. ഹല്ലേലൂയ. ജീവിതത്തിന് നന്മ അനുഭവിച്ച് സന്തോഷിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവരുടെ നന്മ കണ്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ലോകത്തിലെ നന്മ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് നന്മ കണ്ട് സന്തോഷിക്കാൻ പറ്റാത്ത ഹതഭാഗ്യന്മാരായ ആളുകളുടെ ജീവിതം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അവരുടെ സ്വഭാവദൂഷ്യമാണെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ആരോപിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അത് അവരുടെ മർക്കടമുഷി സ്വഭാവമാണെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ആരോപിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് അവരുടെ തൻ്റെ അടുത്ത സ്വഭാവമാണെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ആരോപിക്കരുത്. നമുക്കറിയാത്ത ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദുഷ്ടാത്മ പീഡ. ഹല്ലേലൂയ. ഇതാ ഒരു വ്യക്തിയുടെ ഒരു അനുഭവം ശ്രദ്ധിക്കുകയും, ആ വ്യക്തി പറഞ്ഞെങ്ങനെയാണ്: ഞാൻ തൃശ്ശൂരിലെ മുക്കാട്ടുകര പള്ളി ഇടവകയിലെ അംഗമാണ്. ഞങ്ങളുടെ വീട് സാമ്പത്തിക പ്രശ്ന നിമിത്തം ഒരുപാട് ഞെരുങ്ങുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വേണ്ടി വന്നത്. അന്ന് ഞങ്ങൾ ധ്യാനം കൂടുമ്പോൾ എനിക്കൊരു പ്രത്യേക പ്രയാസമുണ്ടായിരുന്നു. കുറേ കൊല്ലങ്ങളായി അരി തിന്നുന്ന സ്വഭാവം. ഒരു ദിവസത്തിൽ ഒരു നാഴി അരിയെങ്കിലും പലപ്പോഴായി ഞാൻ തിന്നു തീർക്കും. എന്തെല്ലാം ചെയ്തിട്ടും അരി തിന്നുന്ന ഈ പ്രകൃതി നിർത്താൻ എനിക്ക് കഴിയില്ലായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു. അരി തിന്നുന്ന സ്വഭാവം നിർത്താനുള്ള മെഡിസിൻ അവരുടെ പക്കലുണ്ടായിരുന്നില്ല. അല്ല, അതിനുള്ള മെഡിസിൻ ഉണ്ടോ? പനി വന്നാൽ മെഡിസിനുണ്ട്, ക്യാൻസർ രോഗം വന്നാൽ മെഡിസിനുണ്ട്, പിന്നെ തക്കാളിപ്പനി വന്നാലും ചിലപ്പോൾ ചില മെഡിസിൻ കിട്ടിയേക്കാം. എന്നാൽ അരി തിന്നുന്ന സ്വഭാവത്തിൻ്റെ മെഡിസിൻ ആരാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, ഡോക്ടർമാർ പറഞ്ഞു അതിനുള്ള മെഡിസിൻ ഇപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ബാധ, ഈ ഒരു വിഷമം നിമിത്തം ആ സഹോദരി ദുഃഖിച്ചിരിക്കുകയാണ്. എത്രയോ ആളുകളോട് പറഞ്ഞിട്ടുണ്ടാവും, എത്രയോ ബന്ധുമിത്രങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, മക്കളോട് പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളോട് പറഞ്ഞു, ആർക്കും സഹായിക്കാൻ പറ്റണില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ ധ്യാനത്തിന് വന്നത്. ധ്യാനത്തിൽ വെച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തിന്മകൾ വിട്ടു പോകട്ടെ എന്നുള്ള വിടുതൽ പ്രാർത്ഥന ആ സഹോദരി കണ്ട് ഉടനെ സഹോദരിക്ക് ഒരു ബോധ്യം കിട്ടി, എനിക്കും വിടുതൽ കിട്ടുമെന്ന്. സഹോദരി അരി തിന്നുന്ന സ്വഭാവം എടുത്ത് അങ്ങോട്ട് കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അരി തിന്നുന്ന സ്വഭാവം എന്ന് പറഞ്ഞ് ആ സഹോദരി ഞങ്ങൾ ധ്യാനത്തിനിടയിൽ അരി തിന്നുന്ന സ്വഭാവം എടുത്തു കൊടുത്ത്, കർത്താവെ എൻ്റെ ഈ തിന്മയെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 4-ാം ദിവസത്തെ സ്തുതിപ്പ് ഉച്ചസ്ഥായിയായ സമയത്ത് എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു അനുഭവം എനിക്ക് ലഭിച്ചു. അതിൽ പിന്നെ ഇന്ന് വരെ അരി തിന്നുന്ന സ്വഭാവം എന്നെ അലട്ടിയിട്ടില്ല. എൻ്റെ ദൈവം എന്നെ മുക്തയാക്കി. ഞാൻ ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പിന്നീട് 1.5 മാസത്തിലധികമായി ഇപ്പോൾ എനിക്ക് അരി കണ്ടാൽ തിന്നാൻ തോന്നുന്നില്ല. ഹല്ലേലൂയ. 1.5 മാസം നോക്കിയിട്ട് അരി തിന്നില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഈ സഹോദരി ഇപ്പോൾ ഈ സാക്ഷി എഴുതി അറിയിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരു 2 തവണ ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതു തരത്തിലുള്ള പീഡയാണ് ഒരു വ്യക്തി അനുഭവിക്കുന്നെങ്കിലും ദൈവത്തിന് ആ വ്യക്തിയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ആഗ്രഹം എങ്ങനെയാണ്? അവരുടെ വാ പൊട്ടിച്ചിരി കൊണ്ട് നിറയണം, അവരുടെ അധരങ്ങൾ ജയാരവങ്ങൾ കൊണ്ട് നിറയണം. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അവരിൽ നിന്ന് എടുത്തു മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിൻ്റെ ആദരങ്ങൾ പൊട്ടിച്ചിരി കൊണ്ട് നിറയാൻ തടസ്സമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദുഷ്ടാത്മ പീഡ. ഈ സമൂഹത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു മകനോ ഏതെങ്കിലും ഒരു മകളോ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടാത്മ പീഡകളാൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിടുതൽ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും
മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മറ്റൊരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായം, അവിടെ 1 മുതലുള്ള വാക്യങ്ങൾ. യേശു ഗരസേനരുടെ നാട്ടിലെത്തി. അപ്പോൾ അവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്ന അവൻ ചങ്ങലകൾ കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിയാത്ത വിധം ശക്തിയുള്ളവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ്റെ താമസം എവിടെയായിരുന്നു? ശവകുടീരങ്ങൾക്കിടയിലായിരുന്നു അവൻ്റെ താമസം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ചിലരുടെ താമസം അത്ര നല്ല സ്ഥലത്തല്ല. ചില ചീത്ത സ്ഥലത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. ചില ചീത്ത എപ്പോഴും കള്ളു കുടിക്കുന്നവരിടയിൽ പോയി താമസിക്കുക. ഹല്ലേലൂയ. എപ്പോഴും അശ്ലീലം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ പോയി ഇരിക്കുക. എപ്പോഴും വൾഗർ സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുക. എപ്പോഴും നുണ പറയുന്നത്, കട്ടെടുക്കുന്നവരും, എപ്പോഴും ദുഷിക്കുന്നവരും, പരദൂഷണം പറയുന്നവരും, വിമർശിക്കുന്നവരും ആളുകളുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാത്തവരുടെ കൂട്ടുകൂടി പോവുക എന്ന് പറഞ്ഞാൽ പ്രകാശമല്ലാത്ത അന്ധകാരമുള്ള സ്ഥലത്ത് ഇരിക്കുക. അത് ഈ ദുഷ്ടാത്മബാധയുടെ ഒരു ലക്ഷണമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. നിങ്ങൾ ചില സ്ഥലത്ത് കൃഷിക്കാരുടെ അനുഭവങ്ങളിൽ, കൃഷിക്കാരുടെ ചില അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ചില സ്ഥലത്ത് ചില കല്ലൊക്കെ ഇങ്ങനെ വലിച്ചു മാറ്റിയാൽ അതിൻ്റെ അടിയിൽ നിന്ന് പഴുതാര, തേള് പോലെ ചില സാധനങ്ങൾ പുറത്തേക്ക് വരും. അത് ഈ കല്ലങ്ങൾ വലിച്ചു മാറ്റിയ ഉടനെ അത് സന്തോഷിച്ച് കൈയടിച്ച്, എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം, ഇത്രയും കാലം ഞാൻ അന്ധകാരത്തിലായിരുന്നു, ഇപ്പോൾ എനിക്ക് പ്രകാശം കിട്ടിയെന്നാണ് പറയണത്. ആണോ? ആ തേളും പഴുതാരൊക്കെ എങ്ങോട്ടാണ് ഓടണത്? അത് തക്കും പുക്കും പരക്കം പാഞ്ഞ് ഓടണുണ്ടല്ലോ. എങ്ങോട്ടാണ് അത് ഓടണത്? എവിടെയാണ് ഇരുട്ടുള്ളത്? എവിടെയെങ്കിലും ഇരുട്ടോ മറയോ ഏതെങ്കിലും പൊത്തുണ്ടെങ്കിൽ ആ പൊത്തിനകത്തേക്കാണ് ഓടണത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ മാത്രം വ്യാപരിക്കുന്ന സ്വഭാവമുള്ള ചില ആത്മാക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ആത്മാക്കൾ നമ്മുടെ മേൽ വന്നുകൂടിയാൽ നമുക്കും അങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും, അങ്ങനത്തെ കൂട്ടുകെട്ടുകളായിരിക്കും നമുക്കും ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നന്നായിട്ട് എല്ലാ ആഴ്ചയും പള്ളി പോകുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടുകൂടാൻ തോന്നിയല്ല. എല്ലാ ദിവസവും നന്നായിട്ട് സത്യസന്ധമായും കൈക്കൂലി വാങ്ങാതെയും നീതിനിഷ്ഠമായും ജോലി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കൂടാൻ നമുക്ക് തോന്നില്ല. കൈക്കൂലി വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ കൂടാനേ തോന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഫിലിം കാണുന്നവരുടെ കൂട്ടത്തിൽ കൂടാൻ തോന്നും. എന്നാൽ നല്ല നല്ല ആത്മീയ കാര്യങ്ങൾക്കോ സുവിശേഷ വേല ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കൂടാൻ തോന്നില്ല. കാരണം എന്താ? ഇരുട്ടിൽ മാത്രം വ്യാപരിക്കുന്ന ആത്മാവാണ് ഇപ്പം നമ്മുടെ മേലെ ഇരിക്കുന്നത്. അതിൻ്റെ പേരാണ് ദുഷ്ടാത്മപീഡ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അവൻ ശവകുടീരങ്ങൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു. അവൻ്റെ താമസം ശവകുടീരങ്ങൾക്കിടയിൽ ആയിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു അങ്ങോട്ട് ചെന്നു. യേശു ക്രിസ്തു അങ്ങോട്ട് ചെന്നപ്പോൾ അവനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: അവൻ രാപകൽ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൾ കൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് അവൻ്റെ വേറൊരു സ്വഭാവം, കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ള പല സ്വഭാവങ്ങളും നമ്മളെ തന്നെ നശിപ്പിക്കുന്ന സ്വഭാവങ്ങളാണ്. അത് വ്യഭിചാരമാണെങ്കിലും, അത് സ്വയംഭോഗമാണെങ്കിലും, അത് സ്വർഗഭോഗമാണെങ്കിലും, അത് മദ്യപാനമാണെങ്കിലും, അത് പുകവലിയാണെങ്കിലും, ചീട്ടുകളിയാണെങ്കിലും, മോഷണമാണെങ്കിലും, ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായ നടപ്പ് നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന നടപ്പാണ്. ഹല്ലേലൂയ. മദ്യക്കുപ്പിയുടെ മുകളിൽ അതല്ല എഴുതി വച്ചിരിക്കുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് അത്യുത്തമം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. പിന്നെന്താ ചുമന്ന നിറത്തിലെ വാണിംഗ് കൊടുത്തിരിക്കുന്നത്? എന്താണ്? മദ്യപാനം ആരോഗ്യത്തിന് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, ആരോഗ്യത്തിന് ഹാനികരം. ആരോഗ്യത്തെ മുറിപ്പെടുത്തുന്ന, തന്നെ മുറിപ്പെടുത്തുന്ന ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. ഹല്ലേലൂയ. നിരാശ, കോപം, അരിശം, ദേഷ്യം, കുറ്റബോധം, സ്വയം വെറുപ്പ്, ആത്മഹത്യ ചിന്ത. അവൻ കല്ലുകൾ കൊണ്ട് തന്നെ കുത്തി മുറിപ്പെടുത്തിയിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു കർത്താവ് അവനെ കണ്ടു. യേശു കർത്താവ് ഇത് അവൻ്റെ സ്വഭാവ ദൂഷ്യമല്ല എന്ന് മനസ്സിലാക്കി. അവനിലുള്ള ദുഷ്ടാത്മപീഡയെ യേശു കർത്താവ് ശാസിച്ച്, യേശു കർത്താവ് പറഞ്ഞു, അവനെ വിട്ട് പുറത്തു വരൂ. അവനിൽ നിന്ന് ആ ദുഷ്ടാത്മാക്കൾ കൂട്ടത്തോടെ ഒഴിഞ്ഞുപോയി. ഹല്ലേലൂയ. ആ ദുഷ്ടാത്മാക്കൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോയപ്പോൾ അവൻ്റെ സ്വഭാവ രീതി എന്താണെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 15-ാം വാക്യത്തിലുണ്ട്. ലഗിയോൻ
ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് അവർ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് സുബോധം വരണമെങ്കിൽ എന്ത് വേണം? ദുഷ്ടാത്മ പീഡ വിട്ടുപോകണം. ദുഷ്ടാത്മ പീഡയുണ്ടെങ്കിൽ എന്തുണ്ടാവും? സുബോധം കെട്ടുപോകും. ഹല്ലേലൂയ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനോ പറയേണ്ടതുപോലെ പറയാനോ പറ്റില്ല. വേണ്ടാത്തതെല്ലാം ചെയ്തു കൂട്ടും. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടാത്മ പീഡയുള്ളവർക്ക് നേർബുദ്ധി പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തു ഈ ദുരാത്മ പീഡകളെ ശാസിച്ച് ബഹിഷ്കരിച്ചപ്പോൾ ഇതാ ദൈവത്തിൻ്റെ വചനത്തിൽ മാർക്കോസ് 5:15 പഠിപ്പിക്കുന്നു, അവൻ സുബോധത്തോടെ വസ്ത്രം ധരിച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതായി കണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പലരുടെയും ഞരമ്പളക്കത്തിൻ്റെ പുറകെ കിടക്കുന്നത് ആരോഗ്യകരമായ ഒരു ആവേശമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുത വിടുതൽ, ദുരാത്മ പീഡകളിൽ നിന്നുള്ള വിടുതൽ ലഭിച്ച് ഒരു ദൈവ പൈതൽ വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നൊരു പ്രത്യേക സ്വഭാവമാണ് അടക്ക ഒതുക്കം. അവൻ സുബോധത്തോടെ വസ്ത്രം ധരിച്ച് അവൻ ഇരിക്കുന്നത് കണ്ടു. അതുവരെ അവൻ ഇരിപ്പുണ്ടായിരുന്നോ? അതുവരെ അടക്കമൊതുക്കം ഉണ്ടായിരുന്നോ? നമ്മൾ വിചാരിക്കുന്നത് പുതിയ ഫാഷനായിരിക്കും എന്ന്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഈ മോഡേൺ രീതിയായിരിക്കുന്നത്. മോഡേൺ രീതി എന്ന് പറയുമെന്ന് പലതും ഇതുപോലെ ദുരാത്മ പീഡയുടെ ഇളക്കമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചറിവ് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇന്ന് ഇങ്ങനെയുള്ള ദുരാത്മ പീഡകളോടെ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഇവിടെ പലതരത്തിലുള്ള ദുരാത്മ പീഡകളോടെ ഇരുന്ന വ്യക്തികളെ അച്ഛൻ ഓർക്കുന്നുണ്ട്. അവരുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലിൻ്റെ വാക്കുകളെ ഉച്ചരിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ അവരിൽ നിന്ന് തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടുപോയി വിടുതൽ പ്രാപിച്ച നിരവധി സംഭവങ്ങൾ അച്ഛൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യകാലങ്ങളിൽ ഇങ്ങനൊരു വിടുതൽ ശുശ്രൂഷ ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് അച്ഛന് യാതൊരു തിരിച്ചറിവുണ്ടായിരുന്നില്ല. അച്ഛനുണ്ടായിരുന്ന ബോധ്യം ഇതായിരുന്നു: വചനം പ്രസംഗിക്കുക, മാനസാന്തരപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആദ്യകാലങ്ങളിൽ അച്ഛൻ അതിശക്തമായി വചനം പ്രഘോഷിക്കാനും മാനസാന്തരത്തിന് ശുശ്രൂഷ ചെയ്യാനും തുടങ്ങി. എന്നാൽ അച്ഛൻ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന രീതിയുണ്ട്. എന്താ രീതി എന്നറിയോ? അച്ഛൻ അതിശക്തമായി വചനം പ്രസംഗിക്കും, ആളുകൾ കല്ലുപോലെ അവിടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യത്തെ ദിവസം വിചാരിക്കും രണ്ടാമത്തെ ദിവസം ശരിയാകുന്നു, രണ്ടാമത്തെ ദിവസം വിചാരിക്കും മൂന്നാമത്തെ ദിവസം ശരിയാകുന്നു, മൂന്നാമത്തെ ദിവസം വിചാരിക്കും നാലാമത്തെ ദിവസം ശരിയാകുന്നു. ഇത് നിങ്ങൾ കല്ല് പോലെ ഇരിക്കുന്നല്ലാതെ ഒരെണ്ണം മനസ്സ് തുറന്ന് സ്തുതിക്കുകയോ മനസ്സ് തുറന്ന് കർത്താവിനെ ആരാധിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അച്ഛൻ വിചാരിക്കും എന്തായിരിക്കും ഇതുങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ധ്യാന ശുശ്രൂഷയുടെ ഇടയിൽ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. ആദ്യകാലത്താണ്. അച്ഛന് ഡെലിവറൻസ് പ്രാർത്ഥനയെക്കുറിച്ചോ ദുഷ്ടാത്മ പീഡകളെക്കുറിച്ചോ തിരിച്ചറിവില്ലാത്ത കാലം. അതൊക്കെ അങ്ങനത്തെ പിശാചിൻ്റെ ഉപദ്രവമൊന്നും മനുഷ്യനെ യേശുവില്ലെന്ന് ചിന്തിച്ച് ഒരു ധാർഷ്ട്യം പറഞ്ഞിരുന്ന കാലം. പ്രൈസ് ദി ലോർഡ്. അന്ന് ഇരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ പിശാചിൻ്റെ ഉപദ്രവം മനുഷ്യനുണ്ടാവും, ദുഷ്ടാത്മ പീഡ മനുഷ്യനുണ്ടാവും എന്നുള്ള ഒരു ബോധ്യം ഇല്ലാത്തതൊന്നും അങ്ങനത്തെ ശുശ്രൂഷ ചെയ്തിരുന്നില്ല. അച്ഛന് വചനം പ്രസംഗിക്കുക, മാനസാന്തരപ്പെടുത്തുന്ന ഡ്യൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ധ്യാനത്തിനിടയിൽ ഒരു 3-ാം ദിവസം, അതായത് ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് അച്ഛൻ കുർബാനയ്ക്ക് വേണ്ടി ആൾത്താരിലേക്ക് കയറി വന്നപ്പോൾ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ഈ മുൻവശത്തിരുന്ന ഒരു വ്യക്തി തട്ടിപ്പടഞ്ഞ് നിലത്തേക്ക് അങ്ങോട്ട് വീണ്. എന്നിട്ട് അവിടെ നിന്ന് കയ്യും കാലും ഇട്ട് അടിച്ച്. ഞാൻ നോക്കുമ്പോൾ അയാൾ കിടന്ന് ഭയങ്കരമായ ചില പ്രയാസങ്ങൾ കാണിക്കുന്നു. ഞാൻ വിചാരിച്ച ദൈവമേ, വല്ല മാനസികരോഗിയായ വണ്ടി അടുത്ത് ഉടനെ തന്നെ വിളിക്കേണ്ടി വരുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച്. പ്രൈസ് ദി ലോർഡ്. എന്തായാലും കുർബാനയുടെ സമയമല്ല, കുർബാന കഴിഞ്ഞിട്ട് എന്തും ആലോചിക്കുന്നുള്ളെന്ന് ചിന്തിച്ച് അച്ഛൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ കുർബാന അങ്ങോട്ട് തുടങ്ങി. കുർബാനയുടെ പ്രസംഗ സമയമായപ്പോൾ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം നല്ല ഉണർവോടെ ഇരുന്ന് കൈയടിക്കുന്നു, നന്നായിട്ട് വചനം കേൾക്കുന്നു, പിന്നെ പാടുന്നു, സ്തുതിക്കുന്നു. ഭയങ്കര അനുഭവത്തിൽ അയാൾ വ്യാപരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്. ഹല്ലേലൂയ. ഉച്ചയ്ക്ക് ഊണിന് വിട്ടപ്പോൾ അയാൾ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരേ പ്രാർത്ഥന. ഊണ് കഴിക്കാൻ തോന്നണില്ല. ഞാൻ അദ്ദേഹത്തെ വിളിപ്പിച്ച് ഞാൻ ചോദിച്ചു എന്താ ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, എൻ്റെ അച്ഛാ, ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഈ ധ്യാനമൊന്നും വലിയ ഇഷ്ടമൊന്നും ആയില്ല. ഞാനിങ്ങനെ ഒരു പ്രത്യേക ഒരു വിമത സ്വഭാവത്തിൽ ഇരിക്കുകയായിരുന്നു. ഏതാണ്ട് ഉച്ചസമയം അടുക്കുമ്പോൾ മുതൽ എൻ്റെ ചിന്ത ഇന്ന് എന്തായിരിക്കും ചോറിന് കറി, ഇറച്ചി ആയിരിക്കുമോ, ഇന്നലെ ഇറച്ചിയായിരുന്നു, ഇന്ന് മീനായിരിക്കും, അല്ലെങ്കിൽ മുട്ടയായിരിക്കുമോ, എനിക്കിത് മാത്രമായിരുന്നു ചിന്ത. ഇന്ന് ഇറച്ചി ഉണ്ടാകുമോ, ഇന്ന് മീനുണ്ടാകുമോ, ഇന്ന് മുട്ട ഉണ്ടാകുമോ, ഇത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത ഉച്ചയാകുമ്പം.
4 മണിയാകുമ്പോൾ കാപ്പിക്ക് എന്തായിരിക്കും കടി? നെയ്യപ്പം കിട്ടുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതായിരുന്നു അയാളുടെ ചിന്ത. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ചിന്ത വരുന്നില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഊണിന് പോലും പോകാതെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ കണ്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ആ ചേട്ടൻ പറഞ്ഞു, ഇപ്പോഴല്ലേ രസം മനസ്സിലായെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ ചേട്ടൻ പറഞ്ഞു, ഇപ്പോഴല്ലേ രസം മനസ്സിലായത് എന്ന് പറഞ്ഞാൽ, ആ ചേട്ടൻ പറയാണ്, ഭക്ഷണപാനീയങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് തൃപ്തി തരുന്നില്ല. എനിക്ക് തൃപ്തി തരുന്നത് പ്രാർത്ഥനയാണ്. ഞാൻ ചോദിച്ചു, ചേട്ടൻ കരിങ്കല്ല് പോലെ ഇരുന്ന ആളല്ലേ? ചേട്ടനോട് സംസാരിക്കുന്ന ആ ഭിത്തിയോടും കല്ലിനോടും സംസാരിച്ചു അതായിരുന്നു കുറച്ചും കൂടെ നല്ലത്. അതുപോലെ എല്ലാവരും ചേട്ടൻ ഇവിടെ ഇരുന്നിരുന്നത്. എങ്ങനെ ചേട്ടൻ ഇത്ര മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, എൻ്റെ അച്ഛൻ പറഞ്ഞത് ശരി, 100% ശരി. ഇന്ന് ഉച്ച വരെ എൻ്റെ സ്ഥിതി അതായിരുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞ എങ്ങനെയാണ്, പിന്നെ ഇതൊക്കെയാണ് നടക്കുകയല്ലേ, തോന്നിയാസം പറയുന്നത്. അച്ഛൻ എന്ത് പറഞ്ഞാലും ഇയാൾക്ക് എതിര് ചിന്ത വരിക. പ്രൈസ് ദി ലോർഡ്. ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ പറയും, പിന്നെ അതൊക്കെ നടന്നു തന്നെ. ഇങ്ങനെ എതിർ ചിന്ത വരിക. അതിൻ്റെ പേരാണ് വികടചിന്ത. കീടബുദ്ധിക്ക് വികടചിന്ത നൈസർഗികം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് എന്ത് കണ്ടാലും, ആത്മീയ കാര്യങ്ങൾ കണ്ടാൽ എതിർ ചിന്ത, വികടചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ആ ചേട്ടൻ പറയുകയാണ്, അച്ഛൻ തിരുവസ്ത്രം കഴിഞ്ഞ് വന്ന്, അതിന് അദ്ദേഹത്തിൻ്റെ നാടൻ വാക്ക് ഇങ്ങനെയാണ്, അച്ഛൻ ഇട്ട് കെട്ടി ഇങ്ങോട്ട് കയറിയപ്പോൾ അച്ഛൻ ആ വലതുകാല് ആ ആൾത്താരിലേക്ക് എടുത്ത് വെച്ചതും ആരോ വന്ന് എനിക്കിട്ട് 3 അടി ഇങ്ങോട്ട് തന്നു പറഞ്ഞു. ഒരടി കൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഉടനെ അടുത്തത് ഇപ്പോൾ ഈ ഭാഗത്ത് കൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ 3ാമത്തെ അടി വീണു. അയാൾ കസാരന്ന് നിലം പതിച്ച്. അവിടെ കിടന്ന് നിലം പതിച്ച സമയത്ത് അയാൾ നോക്കുമ്പം ഒരു കറുത്ത രൂപം അങ്ങോട്ട് ഇറങ്ങിപ്പോണത് കണ്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ആ കറുത്ത രൂപം അങ്ങോട്ട് ഇറങ്ങിപ്പോണത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഭാരം എല്ലാം അങ്ങോട്ട് വിട്ടുപോയി. അദ്ദേഹത്തിന് നല്ല ആശ്വാസം കിട്ടി. പിന്നെ അദ്ദേഹം എഴുന്നേറ്റു. പിന്നെ അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, പിന്നെ പറയപ്പെടുന്ന ഓരോ വചനങ്ങളും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ അനുഭവം അദ്ദേഹത്തിന് കൊടുക്കാൻ തുടങ്ങി. കുർബാനയുടെ ഓരോ പ്രാർത്ഥനയും ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റി. കുർബാനയുടെ ഓരോ സ്തുതിപ്പും ശരിക്കും സ്തുതിക്കാൻ പറ്റി. ഇപ്പം എത്ര പ്രാർത്ഥിച്ചാലും അടുക്കണില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിച്ചു, എന്താ ആ കറുത്ത രൂപം എന്താ പോയെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, ചേട്ടൻ എവിടെ നിന്നാണ് വരണത്? ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ എടത്തനാട്ടുകര എന്നൊരു മലമ്പ്രദേശത്ത് നിന്നാണ് വരണത്. ചേട്ടൻ്റെ ജോലി എന്താ? ചേട്ടൻ പറഞ്ഞു, ഞാനൊരു മെയ്സൺ വർക്ക് ചെയ്യുന്ന ആളാണ്. 28 വർഷം മുമ്പ് പാലായിന്ന് പോകുന്നതാണ്. അവിടെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ പറഞ്ഞിട്ട് വേറൊരു പെണ്ണുമായിട്ട് ഞാൻ ഒളിച്ചോടി പോകുന്നതാണ്. ഇവിടെ എനിക്ക് കുട്ടികളും കുടുംബമൊക്കെ ഉണ്ട്, അവിടെയുണ്ട് കുട്ടികളും കുടുംബമൊക്കെ. എന്നിട്ട് 28 വർഷമായി പള്ളിയിൽ പോയിട്ട്, 28 വർഷമായി കുമ്പസാരം കുർബാന ഉപേക്ഷിച്ചിട്ട്, 28 വർഷമായി സന്ധ്യാപ്രാർത്ഥനയില്ല. കള്ളുകുടിയും കോഴിതീറ്റയും കട്ടുതിൻ്റെയും എല്ലാം ഞാൻ ചെയ്യും. കോഴികളൊക്കെ അടുത്ത വീട്ടിൽ നിന്ന് എല്ലാ വീട്ടിൽ നിന്ന് കോഴിനെ പോയി കട്ടുകൊണ്ട് വരും. അതിനെ രാത്രിക്ക് തിന്നും, കള്ളും കുടിക്കും, വാറ്റുചാറായം ഉണ്ടാക്കും, തോന്നിയാസം നടക്കും. തോന്നിയാസിയായിരുന്നു അച്ഛാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട 28 വർഷം ഈ വക ജീവിതം ജീവിച്ച അദ്ദേഹം ഒരു ദുഷ്ടാത്മ പീഡയിലിരി. പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ പ്രാർത്ഥിച്ച അനുഭവം കിട്ടും? എങ്ങനെ സ്തുതിക്കാൻ പറ്റും? എങ്ങനെ പാട്ട് പാടാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്താ ഉണ്ടായെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് അച്ഛൻ ഇങ്ങോട്ട് ഇട്ടുകെട്ടി കയറിയതും ആ കുർബാനയുടെ തിരുവസ്ത്രം കളഞ്ഞ് ഇങ്ങോട്ട് ആൾത്താരേക്ക് വന്നപ്പം ആരോ വന്ന് 3 അടി വെച്ച് തന്നു. ഒരു കറുത്ത രൂപം ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് എനിക്ക് ദൈവിക കാര്യങ്ങൾ നല്ല അനുഭവമായെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് ദൈവം എന്നെ നയിച്ച ആദ്യത്തെ സംഭവമാണിത്. ഞാൻ ഒന്നും ചെയ്തില്ല, എനിക്ക് അറിയാനും പാടില്ലായിരുന്നു. പക്ഷേ അത് എൻ്റെ കണ്ണ് തുറപ്പിച്ച്. പിന്നെ പതുക്കെ ഡെലിവറൻസ് പ്രാർത്ഥന ആരംഭിച്ചു, വെഞ്ചിരിപ്പ് ശുശ്രൂഷകൾ ആരംഭിച്ചു. അപ്പോൾ മുതൽ വലിയ അത്ഭുതങ്ങൾ ദൈവജനത്തിന് മേൽ സംഭവിക്കുന്നത് കാണുവാൻ ദൈവം അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. ഇത് ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെ ഈ ധ്യാനത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് അദ്ദേഹത്തിന് വലിയൊരു വിടുതൽ. ഈ വ്യക്തിയുടെ പേര് സജി അബ്രാഹം എന്നാണ്. നിങ്ങൾ ഈ ഫോട്ടോ കാണുന്നുണ്ടോ? സജി അബ്രാഹം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഇവിടെ വരുമ്പോൾ 24 മണിക്കൂർ വായിൽ മയക്കുമരുന്ന് കിടണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇവിടെ വന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിക്കാം. പുതുവർഷത്തിലെ ആദ്യത്തെ ധ്യാനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഞാൻ. 2008 ജനുവരിയിലെ ആദ്യത്തെ ധ്യാനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഞാൻ. ധ്യാനം കൂടാൻ വന്നപ്പോൾ 10 വർഷമായി ഞാൻ ലഹരി വസ്തുക്കൾക്ക് അടിമയായിരുന്നു. അതിൽ നിന്ന് ഒരു വിധത്തിലുള്ള വിടുതലും എനിക്കുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ആ ഒരു ബന്ധനത്തോടുകൂടി ഗണേഷ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ അടുത്തൊരു ചേട്ടൻ്റെ പേരല്ല, അത് ഒരു ലഹരി വസ്തുവാണ്. വായിലോ എവിടെ വെക്കുന്ന ഒരു സാധനമാണത്. പ്രൈസ് ദി ലോർഡ്. വായിലിടുന്ന എന്തോ ഒരു ലഹരി വസ്തുവാണ് ഗണേഷ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഇങ്ങനെ വെച്ചോണ്ട് നടക്കണം. ഈ ധ്യാനത്തിലിരിക്കുമ്പോഴും വെക്കേണ്ട സ്ഥിതിയായിരുന്നു. എന്നാൽ
ധ്യാനത്തിൻ്റെ ഇടയിൽ അച്ഛൻ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ എതിർപ്പീട സമർപ്പിച്ച് യേശുവിനെ വിളിച്ചു. ആരാധനയുടെ സമയത്ത് ഞാൻ കർത്താവിലേക്ക് നോക്കി എൻ്റെ യേശുവേ എന്ന് വിളിച്ചു. വിടുതൽ പ്രാർത്ഥന കുരിശിൻ്റെ ആശീർവാദ സമയത്ത് ഞാൻ എൻ്റെ കർത്താവേ എന്ന് വിളിച്ച് ഉറക്കം നിലവിളിച്ച്. അപ്പോൾ എന്നിൽ നിന്നും എന്തോ ഇറങ്ങിപ്പോകുന്നൊരു അനുഭവം എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഇന്ന് വരെ എനിക്ക് ലഹരി എടുക്കണമെന്ന് തോന്നിയിട്ടേയില്ല. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. സങ്കീർത്തനം 34 അധ്യായം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം വിടുതൽ പ്രാപിച്ചു. സജി അബ്രാഹം ഇടുക്കിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷങ്ങളിൽ ഈ സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. 2 കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തുകയാണ്. ദൈവമേ, വചനം കേൾക്കാൻ പറ്റാതെ, പ്രാർത്ഥിക്കാൻ പറ്റാതെ, സ്തുതിക്കാൻ പറ്റാതെ അന്ധകാരത്തിൻ്റെ സ്വഭാവങ്ങൾ മാത്രം സന്തോഷം കണ്ടെത്തുന്നവർ ഇതിനകത്തുണ്ട് കർത്താവേ. മദ്യപാനം, ചീട്ടുകളി, ദുർവൃത്തി, പലതരത്തിലുള്ള പൈശാചിക സ്വഭാവങ്ങൾ, നുണ, വൈകൃത സ്വഭാവങ്ങൾ, ലൈംഗിക വൈകൃതങ്ങൾ, പലതരത്തിലുള്ള ആത്മീയ എതിർപ്പ്, മല്ലടിക്കുന്ന പ്രകൃതം, നിരീശ്വര ചിന്ത, ദൈവനിഷേധം, താന്തോന്യത്വം, വഷള സ്വഭാവം, മൂഢത, ഈ മേഖലകളിൽ അങ്ങയുടെ മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല നാരകീയ പീഡകളിൽ നിന്നും ദുഷ്ടാത്മ സേനകളിൽ നിന്നും ഇപ്പോൾ ഈ സമൂഹത്തെ കർത്താവെ വിടുവിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ഈ ദൈവമക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞ് പോകട്ടെ. ഈ ധ്യാനത്തിൽ ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച് അനുഭവം പ്രാപിക്കുവാൻ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അത്ഭുത അഭിഷേകം പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ.